ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലോട്ട് ഏവർക്കും സ്വാഗതം. 2025 ഏറ്റവും പുതിയ ചിത്രമാണ് കൂലി. കൂലി എന്ന സിനിമയിലെ രജനീകാന്തിൻ്റെയും സൗബിൻ സാഹിറിൻ്റെയും എൻട്രി സീനാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ ദേവ ആൻഡ് ദയാൽ ഇവരുടെ ഇൻട്രോ സീൻ, ഈ രണ്ട് ക്യാരക്ടറിൻ്റെ ഇൻട്രോ സീനാണ് നോക്കാൻ പോകുന്നത്. അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പോൾ മറക്കാതെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കണ്ട ബെല്ലേക്ക് കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നേരെ വീഡിയോയിലോട്ട് പോകും. ഓക്കെ, പോർട്ട്, ഷിപ്പിംഗ് പോർട്ട്, ഡയൽ. ഓ, സൗബിൻ സായർ ഫുഡ് കഴിക്കുന്ന സീനാണ്. എന്തോ പ്രശ്നമുണ്ട്. മൈക്ക്, കൂലി നമ്പർ 837. ആരെ വിളിക്കുന്നുണ്ട്? കൂലിയെ, വർക്കേഴ്സിനെ ആരെയോ. ഓ, പമ്പരം. പുള്ളിയുടെ സ്റ്റൈലാണ് സംശയമുണ്ട് ഈ പടത്തിൽ. ഈ പമ്പരം കറക്കുന്ന ഓരോ ആളുകൾക്ക് ഓരോ സ്റ്റൈൽ ഉണ്ടാവല്ലോ ക്യാരക്ടറിന്. ഓ, അയാളുടെ ഫാമിലിയാണ് കേട്ടോ അപ്പുറത്തുള്ള ആ ഫോണില്. ഓ, അത് ഫാമിലിയുടെ ഇതായി കഥ കഴിഞ്ഞോണ്ട് ഒന്നും സംശയമുണ്ട് അവര് എന്ത് ചെയ്തു. ആ, കൊലച്ചിരി. ഓ, അയാൾ പോലീസാണ്, അതാണ് അയാളെ ഇത് പിടിച്ചത്. മഫ്തി. ക്രെയിന്. BGM കുഴപ്പമില്ലട്ടോ, നല്ല BGM. ഓ, പുള്ളിയാണ് മെയിൻ കേട്ടോ, ഡയൽ. ഈ കൂലിക്കാരൻ്റെ ഒക്കെ മൊത്തം നിയന്ത്രണം ഏറ്റെടുക്കുന്ന ആള്, നിയന്ത്രിക്കുന്ന ആള്, മെയിൻ ആള്. ഓ, തൂക്കി എന്താ നിൽപ്പല, അടിപൊളി. ഒന്ന് ബോർഡ്, ക്യാഷിന്റെ ബോർഡ്.
2 CR 2 കോടി ആ കൂലിക്ക്. ഓക്കെ, ഇനി നമ്മൾ കണ്ട് സൗബിൻ സായറിൻ്റെ കൂലി എന്ന സിനിമയിലെ എൻട്രി സീനാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. ഇതേ സിനിമയിൽ തന്നെ നമ്മുടെ രജനീകാന്തിൻ്റെ ദേവ എന്ന ക്യാരക്ടറിൻ്റെ ഇൻട്രോ സീനാണ്. നേരെ അതുകൂടി ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ഇതെന്താണ്? ഫുൾ ബ്ലഡ്. ഓക്കെ, നൈഫ് മീറ്റ് കട്ടിങ്. ആ தலைவர் சவுண்டு மேன்ஷன்டே எல்லாருக்கும் விருந்துக்கு பிரியாணியும் ரெடி பண்ணிட்டு இருக்கோம். ஓகே, சரி, அதுக்கு என்ன இருக்கும்? பசங்க விருந்துக்கு முன்னாடி கொஞ்சம் மருந்து குடிச்சா இன்னைக்கு சந்தோஷமா இருக்கலாம். மருந்து அந்த மருந்து எனக்கு ஒரு இரும்புல குமார். ஏய், என்கிட்ட வாங்கிட்டு அவனை பேச்சு பேசுறீங்களா? இப்ப பேசுங்கடா. ഓ വിജയം എന്നിട്ട് അടിപൊളി വിജയം കേട്ടോ. ഓ തലൈവർ സോങ് ആ വേറെ ലെവൽ എൻട്രി. കിഡിലൻ സൂപ്പർ എൻട്രീസ് ഉണ്ടോ. இதெல்லாம் அவங்க கேட்ட மாதிரி தெரியவே போவாங்க. நான் டீ டோட்டல்ல இருக்கேன், உங்களுக்கு தான் தெரியுமே. ஆமா ஆமா ஆமா. சரி, ரெடி பண்ணுங்க. ஏய், அண்ணா வந்துட்டார்ல. ஆறாருக்கு என்ன வந்து வரமால லிஸ்ட் பண்ணுவா. ரைட் ரைட் ஏமா தெரிஞ்சிட்டு சேர்த்து சரக்கு வாங்கி வச்சிருப்பாங்க. ஐயோ, ஓ சரி, என்ன பண்ணலாம்? யாரெல்லாம் எனக்கு தெரியாம சரக்கு ஒளிச்சு வச்சிருக்கீங்களோ அவங்க எல்லாம் கை தூக்குங்க. இன்னைக்கு மேன்ஷன் டேப்பா, மேன்ஷன் டே. சந்தோஷமா இருக்கணும். நான் ஒண்ணும் சொல்ல மாட்டேன், தைரியமா கை தூக்குங்க. லோ, என்ன மீறி ஒரு சொட்டு சரக்கு உள்ள வராதுங்க. கொஞ்சம் திரும்பி பாருங்க. അടിപൊളി സൂപ്പർ സീൻ. കൂലി എന്ന സിനിമയിലെ നമ്മുടെ സൗബിൻ സായറിൻ്റെയും രജനീകാന്തിൻ്റെയും ഇൻട്രോ സീനുകളാണ് കണ്ടത്. ഫസ്റ്റ് കണ്ട നമ്മൾ ഡയാൽ എന്ന സൗബിൻ സാറിൻ്റെ ക്യാരക്ടറിൻ്റെ ഇൻട്രോ സീൻ വളരെ അടിപൊളി. സിനിമ തുടങ്ങുമ്പോൾ തന്നെയുള്ള ഒരു സീനായിരുന്നു കണ്ടത്. അദ്ദേഹം ഇതിൽ സൗബിൻ സാർ ഇതിൽ കൂലികളുടെ നിയന്ത്രിക്കുന്ന ആളായിട്ട് നമ്മുടെ പ്രധാന വില്ലനായിട്ടുള്ള നാഗാർജുനയുടെ വലങ്കയായിട്ടുള്ള ഒരാളായിട്ടാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു അടിപൊളി സൂപ്പർ സീനായിരുന്നു സൗബിൻ സായറിൻ്റെ സൂപ്പർ സീനായിരുന്നു കണ്ടത്. അതിനുശേഷം നമ്മൾ കണ്ടത് രജനീകാന്തിൻ്റെ സിനിമയിലെ കൂലി എന്ന സിനിമയിലെ ഇൻട്രോ സീനായിരുന്നു. അത് നല്ലൊരു അടിപൊളി ചെറിയൊരു ഇൻട്രോ സീനാണ് കണ്ടത്. അധികം വലിപ്പം കൂട്ടത് വേറെ ഒന്നുകൊണ്ടല്ല, അധികം വലിപ്പം കൂട്ടിക്കഴിഞ്ഞാൽ മിക്കവാറും കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ടാണ് കട്ട് ചെയ്ത് ചെറിയൊരു ഭാഗം മാത്രം നമ്മൾ കണ്ടത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഞങ്ങളൊക്കെ ഈ ചാനൽ കാണുന്നത്, പുതിയ ചാനലാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.